അതിപ്പം ഇന്നലെ നമ്മളുടെ എയർപോർട്ട് ഇന്റലിജൻസും ഓരോ ഡാൻസ് ആഫിന്റെ പരിശോധനയിൽ 2 പേര് ഈ നിരൂപ കഞ്ചാവുമായിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടുള്ള ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ വെരിഫൈ ചെയ്യുമ്പോഴാണ് ഏതാണ്ട് 18 കിലോ പ്ലസ് ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരുടെ പക്കൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് വിദേശത്തു നിന്ന് കൊണ്ടുവന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ കാരിയറെ നമുക്ക് കണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞില്ല. അത് ട്രാൻസ്ഫർ ചെയ്ത് കയ്യിൽ കിട്ടിയ വ്യക്തികളാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ 1-ാം പ്രതിയായിട്ട് വരുന്നത് ഒരു റിജിൽ, 2ാമത് വരുന്ന ഒരു റോഷൻ. ഈ 2 പേരും കണ്ണൂർ സ്വദേശികളാണ്. ഇവരിവിടെ ഇതിന് വേണ്ടിയിട്ട് കോഴിക്കോട് എയർപോർട്ട് മുഖാന്തരം ഇത് കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി വന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. 2 പേരും ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. തുടർന്ന് ഇതിൻ്റെ കാരിയറും ഇതിൻ്റെ പുറകിലുള്ള മറ്റ് വ്യക്തികളെ വിശദമായിട്ടുള്ളൊരു അന്വേഷണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ടീമിൻ്റെയും കൂടി സപ്പോർട്ടോടുകൂടി നമ്മളത് കൂടുതൽ ഗൗരവത്തോടുകൂടി അത് അന്വേഷിക്കും. ഇതിൻ്റെ സോഴ്സ് ഏത് രാജ്യത്തു നിന്നാണെന്നുള്ളതും എങ്ങനെയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നതെന്നുള്ളതും എല്ലാ ഇതിൻ്റെ കണ്ണുകളെയും നമ്മൾ ഈ അന്വേഷണത്തിൽ പുറത്തു കൊണ്ടുവരും. വളരെ നല്ല രീതിയിലുള്ളൊരു ആക്ഷനാണ്, നല്ലൊരു ഇന്റലിജൻസ് വർക്ക് തന്നെയാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ക്യാച്ചാണ്. ഇവർ മുമ്പ് സമാനമായ കേസിൽ പ്രതികളായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ പിടിയിലായിട്ട്. ഇവർക്ക് ക്രിമിനൽ ഹിസ്റ്ററി ഉള്ളതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ NDPS ഹിസ്റ്ററി ഉള്ളതായിട്ട് നമുക്ക് സോഫാർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ ടീം ഓൾ ഓഫ് ദം ആർ ഔട്ട്. ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ടീമുകളായിട്ട് തിരിഞ്ഞ് പുറത്തു പോയിരിക്കുകയാണ്. മേ ബി കമ്മിങ് ഡേയ്സിൽ നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇവരുടെ ബാക്ക്ഗ്രൗണ്ടും ഇവർ ഇൻവോൾവ് ആയിട്ടുള്ള ക്രൈംസിനെ കുറിച്ച്. നമുക്ക് വ്യക്തമായിട്ടുള്ള സൂചനകളുണ്ട്. എങ്ങനെയാണെന്നുള്ള മറ്റു കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ആളുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. കാരണം ഹീസ് ഓൺ ദ റൺ. അപ്പോൾ അയാളെ നമുക്ക് പിടിക്കും. അയാൾ മുങ്ങിയിരിക്കുകയാണ്. യെസ്. അപ്പോൾ സാർ ഇത് കസ്റ്റംസിന്റെ കണ്ണ് വെട്ടിച്ച് പുറത്തെത്തുന്നു. എന്നിട്ട് അതിനുശേഷം നമ്മളുടെ എയർപോർട്ട് ഇന്റലിജൻസിന്റെ ടീമും ഡാൻസ് ഓഫ് ടീമിന്റെ ശ്രദ്ധയിൽ ഇവരുടെ മൂവ്മെന്റുകൾ, സസ്പീഷ്യസ് ആയിട്ടുള്ള ഈ മൂവ്മെന്റുകൾ ശ്രദ്ധപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വി ആർ അപ്രിഹെൻഡിംഗ്. അതിനുശേഷം നടന്ന വിശദമായിട്ടുള്ള പ്രൊസീജിയർ പ്രകാരമുള്ള പരിശോധനയിലാണ് ഇത്ര വലിയൊരു ക്വാണ്ടിറ്റി സ്റ്റഫ് കൊണ്ടുവന്നത്. ബാഗ് ഉപേക്ഷിച്ച് മുങ്ങുമായിരുന്നു. അതെ. അവരുടെ വണ്ടിയിലാണ് സാർ പിടിച്ചിട്ടുള്ളത്. ഈ വ്യക്തികളുടെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത്. ഈ കസ്റ്റഡിയിലുള്ള നമ്മുടെ കസ്റ്റഡിയിലുള്ള വ്യക്തികളുടെ. ഇത്രയധികം കഞ്ചാവൊക്കെ ഈ 18 കിലോനൊക്കെ എയർപോർട്ട് വഴി ഇത്ര പേർക്ക് കടത്തിക്കൊണ്ടുവരാൻ കഴിയുന്നുള്ള വലിയൊരു ആശങ്കപ്പെടുത്തുന്നതായിരുന്നു. ഇതിപ്പം നിങ്ങളെ കാണിക്കും. അതിന്റെ ലഗേജ് ബാഗ് ഒരു ഇറ്റ്സ് എ ഹ്യൂജ് ട്രോളി അല്ലേ, ട്രോളി ടയറുള്ള ട്രോളി ബാഗാണ്. സോ ആ കൺസേൺ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇതിപ്പോൾ നമുക്ക് കുറച്ച് ദിവസം മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മളൊരു കാർഗോ മൂവ്മെന്റും ഇതുപോലെ തന്നെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് നമ്മൾ MDMA കാർഗോയിൽ നിന്ന് പിടിച്ചിരുന്നു. പക്ഷേ ഈ ക്യാച്ച് ഇതുപോലെ സ്റ്റഫ് കൊണ്ടുവരുന്ന ഇത്രയും വലിയ ക്വാണ്ടിറ്റിയിൽ ഇത് കൊണ്ടുവരുന്ന ആദ്യത്തെ ക്യാച്ചാണ്. സോ ഡെഫിനറ്റ്ലി ദിസ് വിൽ ബി എ റെഫറൽ കേസ് ഫോർ us. ഇത് ഒരു റെഫറൻസ് കേസായിട്ട് മാറ്റി പരമാവധി ഇതിന്റെ മൂഡസ് നമ്മൾ വെച്ചുകൊണ്ടിരണം. കേരളത്തിലെ കഞ്ചാവ് ക്യാമറ സ്കാനിങ്ങിലൊക്കെ ഉൾപ്പെടേണ്ടതല്ല, അങ്ങനെ കാണാൻ കഴിയില്ല. വിൽ ടേക്ക് ഇറ്റ് അപ്പ് വിത്ത് ദ കൺസേൺ അതോറിറ്റീസ് എന്താണ് അതിനകത്തുള്ളതെന്നുള്ളത്. ഇതിപ്പോൾ നമ്മുടെ ബേസ്ഡ് മാത്രമാണ്. പ്യൂർലി ബൈ അവർ നമ്മളുടെ ആളുകളുടെ ഇതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനയുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണോ ഇത്രയും വിമാനത്താവളം വഴി ഇത്രയും വലിയൊരു കഞ്ചാവ് ആക്ച്വലി പുറത്തുനിന്ന് വരുന്ന സാഹചര്യം യൂഷ്വലി ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബസ് നമുക്ക് പഴയ കേസ് ഉണ്ടോ? ഇല്ല. കരിപ്പൂർ എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി ഇല്ല. ആൻഡ് അഗൈൻ ഇത് മറ്റ് രാജ്യങ്ങളിൽ കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നതാകാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ട് നെറ്റ്വർക്ക് കേരളത്തിലുണ്ടാവുന്ന സാധ്യതയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരല്ല ഇപ്പം നമ്മൾ പിടികൂടിയിരിക്കുന്ന പ്രതികൾ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളവരാണ്. അപ്പം ആ ആംഗിൾ എന്തായാലും അതിപ്പോൾ നമ്മൾ റിവീൽ ചെയ്യുന്നില്ല. ബട്ട് എനിവേസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് കുറച്ചുകൂടി വലിയ ഗ്രൂപ്പ്.